നിശബ്ദമായ ഏരിയയും വഴി അത്ര ഉള്ളൂ കേട്ടോ. എല്ലാം ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് അവിടം വരെ ചെല്ലണേ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് പോകണം. ഇപ്പം എങ്ങടെ വന്നത് നമ്മൾ റൈറ്റ് അല്ലേ? റൈറ്റിലേക്കാണ് പോയെന്ന് തോന്നുന്നത്. ആർക്കറിയാം. റൈറ്റ് തന്നെ. ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നില്ലേ എൻ്റെ ശരിയടി. അങ്ങനെ പ്രാവ് മൂളുണ്ട്. അപ്പോൾ ഇതാണ് മേലെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വഴികളെന്ന് പറഞ്ഞാൽ. ആ ഒരു എൻഡിൽ വന്നിട്ട് ഒരു വീട്, അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാണ് പോകണ്ടേ. ജസ്റ്റ് ഈ വഴി വരിക, അവിടെ നിന്ന് ഏറ്റവും വീട് സുഖമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കോട്ടയപ്പാടം ലൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോവാം. അതാണ് മതിലിൽ പെയിൻറ്റ് ചെയ്യേണ്ടത്. പെയിൻറ്റിങ്ങിലാണ് വീട്. പഴയ വീടാണ് കേട്ടോ. ഒരു 90 കാലഘട്ടത്തിൽ. അപ്പോൾ ഇവിടെയൊക്കെ 90 കാലഘട്ടത്തിലുള്ള വീടാണ്. അതെ, കാണുന്നതൊക്കെ നല്ല ഒരു കാലത്തെ രസകരമായ വീടാണ്. തിരിച്ചെടുക്കണമെന്നുണ്ട്, പക്ഷെ എളുപ്പമല്ല. കയ്യിൽ പിടിക്കാത്തതുകൊണ്ട്. കയ്യിൽ പിടിച്ചാൽ വെട്ടുകയും ചെയ്യും. ഹെൻറി ലൂയിസ് ലൈൻ ആ കാണുന്നത്. ഹെൻറി ലൂയിസ് ലൈൻ. അതും ഇതേപോലെ തന്നെ ചെറിയ റോഡായിരിക്കും. കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിൽക്കും. അല്ലെങ്കിൽ ഈ വഴി നമുക്ക് പോകാം. മെയിൻ റോഡ് ഒഴിവാക്കിയിട്ട് സുരഭി റോഡ് നമ്മളിപ്പോൾ വന്നല്ലേ? സുരഭി റോഡ് നമ്മളിപ്പോൾ വന്നതാണല്ലോ അല്ലേ? അപ്പുറത്താണ് വന്നത്. സുരഭി റോഡ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നതാണ് കേട്ടോ. കുഴപ്പമില്ല. എന്നാൽ പിന്നെ ആ വഴി തന്നെ പോവാം. ശരിയാ, സുരഭി റോഡ് ഇറങ്ങി വന്നത്. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റുണ്ട്. ചെറിയൊരു ടീ കോഫി സ്റ്റാളുണ്ട്. വീട്ടിലെ ഊണ് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയോ ആണ്, എൻ്റെ അകത്താണെന്നറിയില്ല. അവിടെയൊക്കെ വഴി അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പുതിയ നിർമ്മിതി തന്നെയുണ്ട്. ഒരു വലിയ വീടാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പഴയ കാലത്തെ വീടാണ് കേട്ടോ. അവരൊക്കെ സ്ഥലം എടുത്തുകൂടി അത്രയും ക്യാപ്പാണ്. അതൊക്കെ ഇഷ്ടംപോലെ സ്ഥലം വെറുതെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ചില ഭാഗങ്ങളുണ്ട്. നമുക്ക് ഇതിലേക്ക് കയറിപ്പോം. ഏതാ? പുനത്തിൽ പാടം റോഡ് കേട്ടോ. പുനത്തിൽ പാടം റോഡ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഒരു വണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ എന്താ കാര്യമില്ല. വഴിയെ പോയാൽ പോരെ. ഇത് എന്തെന്ന് ഈ സ്കൂൾ വണ്ടിയും കൊണ്ട് അല്ല, വണ്ടി ഓടിച്ചു പിടിക്കുന്ന വണ്ടിയും കൊണ്ട് എന്ത് കാണിക്കണം? എന്ത് കാര്യത്തിനും അങ്ങനെ പോകണം? എന്ത് കാണിക്കണം? അവൻ്റെ നമ്മൾ നോട്ട് ചെയ്തു കേട്ടോ. അവൻ്റെ നമ്പർ നോട്ട് ചെയ്തോ. അവൻ ശരിയല്ല. അവൻ്റെ ഓടിക്കാൻ പഠിക്കുന്നത് ശരിയല്ല. ഒരു വഴി കാണുന്നുണ്ട്. ഇങ്ങോട്ട് പോയി നോക്കാം. റോഡിൻ്റെ പേരൊരു പിടിയില്ല. നേറുക. എവിടം വരെ ഉണ്ടെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഇവിടെയൊക്കെ അതുപോലെ തന്നെ ചെറിയ ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വഴികൾ. ഇതൊക്കെ പഴയ കാലത്തെ വീടാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒരു 90 കാലഘട്ടത്തിലെ വീടാണ്. കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഇത്രേ ഉള്ളൂ, തീർന്നു വഴി. ഇപ്പോൾ ഓഫീസും ചെറിയ ചെറിയ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിക്കാമല്ലേ? അവിടെ വരെ പോകാം. അതായത് വീടിൻ്റെ പ്രത്യേക ഷേപ്പ് വന്നിട്ട് റൗണ്ടായിട്ട് എടുത്തിരിക്കുന്നത് വീട് കണ്ടോ. നന്ദനം റൗണ്ടായിട്ട് എടുത്തിരിക്കുന്ന വീട്. പ്രേമൻ്റെ വീടാണ്. നന്ദനം എന്ന് പറയുന്ന പ്രേമൻ്റെ വീട്. ഇത് വെള്ളാനിക്കാരൻ. അപ്പോൾ അതും കഴിഞ്ഞു.
ഇതൊക്കെ എടപ്പള്ളിയിലുള്ള ചില എന്താ പറയുക, എടപ്പള്ളിയിലെ അകം പ്രദേശങ്ങളിലുള്ള ചില വീടുകൂടെയൊക്കെ റൈറ്റ് സൈഡിൽ ഇഷ്ടംപോലെ വാഴയൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ പറമ്പിൽ ഇപ്പോൾ രണ്ടുപേര് ഇറങ്ങിപ്പോയില്ല, അവർ സ്പേസ് ആയതുകൊണ്ടാണ്. അവരിഷ്ടംപോലെ വാഴ നട്ട് അതൊക്കെ കൊലച്ചേപ്പുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ പാടം ഏരിയ ആയിരിക്കാം മുമ്പേ. ഈ മണ്ണ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണം. മണ്ണ് ഈ മണൽ പോലത്തെ ഈ തീരപ്രദേശത്തുള്ള ടൈപ്പ് സാധനങ്ങൾ. ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. അപ്പോൾ സോണിയ നഗർ, അതൊരു വില്ലകളുടെ ഒരു ഏരിയ ആണ് സോണിയ നഗർ. കംപ്ലീറ്റ് ചെറിയൊരു വില്ലകളും. അവിടെ പുറത്ത് തന്നെ ഒരു ഗേറ്റ് വെച്ചേക്കാം. ഒരു മൈത്രി ലൈൻ ഉണ്ട്, മൈത്രി ലൈൻ. നമുക്ക് അതിലൊന്നും കയറി വെക്കാം. മൈത്രി ലൈൻ. ഓ, നീല കളറാണ്. ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ. നോ പാർക്കിംഗ് കർശനമായി നിർവഹിച്ചിരിക്കുന്നു. അതിൻ്റെ അടിയിൽ തന്നെ കൊണ്ടുവന്ന് വണ്ടി കിട്ടുന്നുണ്ട്. മൈത്രി ലൈൻ കേട്ടോ. ഇത് എടപ്പള്ളിയിൽ തന്നെയുള്ള, നമ്മൾ കുറച്ചൊന്ന് പൊങ്ങിയിട്ട് നോക്കി കഴിഞ്ഞാൽ അതിന് തൊട്ടപ്പുറത്ത് ഹൈവേ കാണാൻ പറ്റും. ഹൈവേയും കാണാം, നമ്മുടെ എടപ്പള്ളി മെയിൻ റോഡും കാണാം. പക്ഷേ ഇതിനകത്ത് ശാന്തസുന്ദരമായ രീതിയിലുള്ള റോഡുകളും ഇപ്പോൾ അതൊക്കെ അവിടം വരെ ഉള്ളു. നമ്മൾ പോയി കറങ്ങി തിരിച്ച് അവിടെ തന്നെ ചില ലക്ഷണം കാണണം. സ്കൂളൊക്കെ വിട്ട് പിള്ളേർ വരുന്നുണ്ട്. പുള്ളി അവൻ കണ്ടറിയാം നന്നായിട്ട് പഠിക്കണ പയ്യനാണ്. ഇവിടെയൊക്കെ അവിടം വരെ ഉള്ളു. ലെഫ്റ്റ് മൈത്രി ലൈൻ കേട്ടോ, മൈത്രി ലൈൻ. ആഷാഢം എന്ന് പറഞ്ഞാൽ വീട്. എല്ലാവരും വീടിനും വീട്ടുപേര് പുറത്ത് മിക്കവാറുണ്ട്. ഉർസുല ഹൗസ്, ആ നേരെ കാണുന്ന ഉർസുല ഹൗസ്. അവിടെ ആയിരിക്കും മൈത്രി നഗർ എന്ന് പേര് വന്നതെന്ന്. ഇത് ഈ ഒരു വഴി കൂടി പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഫെസിലിറ്റ ഫ്ലാറ്റിൽ താമസിച്ച ഒരു ഓർമ്മ വരുന്നത്. ശരിക്കും അത്രയും നിശബ്ദമായ ഒരു ഏരിയ. നായ കൊണ്ട് സൂക്ഷിക്കാം. റോട്ട് വീലറിനുള്ള ഇവിടെയൊക്കെ നല്ല രസമുള്ള വീടുകൾ, ഒക്കെ പഴയ കാലത്തെ വീടുകൾ. റൈറ്റ് സൈഡിൽ കണ്ടതൊക്കെ പഴയ കാലത്തെ വീട്. മിക്കവാറും പഴയ കാലത്തെ വീടുകളൊക്കെ തന്നെയാണ്. ചായ എടുക്കാൻ മുറുക്കി തുപ്പിയിട്ട് അതിലാണ് ചായ എടുക്കാൻ. കാരണം ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. അമ്മമാരാണ് ചായ കൊണ്ടുവരുന്നത്. ബോഗൺവില്ലേ ഇവിടുന്നൊക്കെ ആ ഒരു ഇത് വരെ ഉള്ളൂ. അപ്പോൾ മൈത്രി നഗർ, കെൻസപ്പാട്ട്, ഗീതാഞ്ജലി. ആ വീടിൻ്റെ പേര് ഗീതാഞ്ജലി. ഈ നേരെ കാണുന്നത്. നമ്മളങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു മെയിൻ റോഡ് പോലെ എന്ത് കാണുന്നുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഞാൻ നോക്കാം. ഏകദേശം ഇഷ്ടംപോലെ വണ്ടി പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എടപ്പള്ളിയിലെ ഉൾപ്രദേശങ്ങളിലെ കാഴ്ചകൾ. വീടുകളും എല്ലാം ഗ്രാമങ്ങളെല്ലാം. ഇതൊക്കെ ഒരു 80 കാലഘട്ടത്തിലെ വീടാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിലാണ്. എൻ്റെ നിർമ്മിതി കണ്ടാൽ അറിയാം. 80 കാലഘട്ടത്തിൽ ഇടതുവശത്തും അതൊക്കെ തന്നെയായിരുന്നു. മൈത്രി ലൈൻ കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മൈത്രി ലൈനിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകണേന്നൊരു പിടിയില്ല. അതിനും പോകാവുന്നിടത്തോടൊക്കെ പോവാം. നമ്മൾ മെയിൻ റോഡിലോട്ട് വന്ന് വീണ്ടും ചാടി. ജോസ് ബ്രദേഴ്സ് റൈറ്റ് മെയിൻ റോഡ്
റോഡിലേക്ക് വന്നിട്ടുണ്ട്. സ്ഥലം അഞ്ചുമിനാർ റോഡാണ്, മാമംഗലം. അഞ്ചുമിനാർ റോഡ് മാമംഗലം ഉണ്ടോ. അവിടെ ചെറിയ വഴി കാണുന്നുണ്ട്, നമുക്ക് ആ വഴി കയറാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എറണാകുളത്തേക്ക് പോകുന്ന റോഡ് തന്നെയാണ്. നമ്മൾ തിരിച്ചിട്ട് ഇവിടെ തിരിക്കുന്ന ഇച്ചിരി പാടാം, വളവായുണ്ട്. അവിടെ ചെറിയ വഴി കാണുന്നുണ്ട്, നമ്മൾ വഴി കൂടി പോകാം. നമുക്ക് ഉൾപ്രദേശങ്ങളാണ് ആവശ്യം. ഇവിടെ തിരക്കുള്ള വഴി നമുക്ക് താല്പര്യമില്ല. തിരക്കുള്ള വഴിയൊക്കെ നമുക്ക് അപ്പോണേലും എടുക്കാമല്ലോ. ലൈറ്റ് ടവർ, മിസ്റ്റർ ലൈറ്റ് ടവർ, ഇടതുവശത്ത് മിസ്റ്റർ ലൈറ്റിൻ്റെ ടവറാണ് കേട്ടോ കാണുന്ന. അതൊരു ഓഫീസാണ്, കോർപ്പറേറ്റ് ഓഫീസാണ് എറണാകുളത്ത്. ട്രീസ ഗാർഡൻ, റൈസ് ഗാർഡൻ അപ്പാർട്ട്മെൻറ്റ്, ട്രീസ ഗാർഡൻ. ഇവിടെയും ഒരുപാട് പഴയ കാലത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ അവരുടെ പ്രൈവസിയെ നഷ്ടപ്പെടാം. അത് വേണ്ട. ശ്രീനിവാസ് നമ്മൾ വീണ്ടും ആ ഒരു അപ്പാർട്ട്മെൻറ്റ് സൈഡിലേക്ക് വന്നോന്നറിയില്ല. അതും പോകാൻ മുന്നോട്ടില്ല. പ്രദീപ് കുമാർ എന്തൊരു ഓഫീസോ അങ്ങനെയല്ലോ ആണ്. കൊച്ചുപുര. ഇതെങ്ങോട്ടാണ് പോകണമെന്നറിയില്ല, നമുക്ക് നോക്കാം. അതൊക്കെ അതിൻ്റെ മുകളിലിരിപ്പുണ്ട് കുഞ്ഞ് പൂച്ചക്കുഞ്ഞ്. ചിലപ്പോൾ ഏതെങ്കിലും വീടിൻ്റെ മുറ്റത്ത് നിന്ന് അവസാനിക്കും. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, ലക്ഷം കണ്ടിട്ട് അങ്ങനെ വഴി അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ല. എന്നാലും ഇതൊക്കെ എടപ്പള്ളിയുടെ ഉൾപ്രദേശങ്ങളാണ്. ഇത്രയും ചെറിയ വീതി കുറഞ്ഞ വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അവിടെ വരെയുള്ള വഴി, അപ്പുറത്തേക്കില്ല. അവിടെ വരെ ഉണ്ടോ, അങ്ങോട്ട് പറമ്പാണ്, സ്ഥലവും ഒരു പ്രത്യേക തണൽ അതിനൊക്കെ വിരിച്ചിട്ടുള്ള സ്ഥലം. ആ വീട്ടിലേക്കുള്ള വഴിയെ പറ്റുള്ളൂ. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടില്ല, ഇല്ലെന്നാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പോയേക്കാല്ലേ. ആരെയും പ്രൈവറ്റ് ഏരിയ ആണോന്നറിയില്ല. നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം നടക്കും. ഇവിടെ ഒരു പഴയ വീടുണ്ട്, അവിടെ ജസ്റ്റ് ഇവിടേക്ക് ആയിരുന്നു ആയിട്ട് പ്രൈവറ്റ് വളപ്പം പറ്റുമാണ്. അങ്ങോട്ട് വഴിയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. വഴിയില്ല എന്നുകൊണ്ടാ. എന്നാൽ ആൾക്കാർ നടന്നു പോയ വഴിയും കാണുന്നുണ്ട്. ഇവിടെ ഒരു വഴിയുണ്ടല്ലോ. ശരിയപ്പം ഇവിടെ ഗേറ്റ് വയ്ക്കാനുള്ള പരിപാടി ഉണ്ട് അവരപ്പോൾ. അതുകൊണ്ട് അവിടം വരെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഗേറ്റൊക്കെ വെച്ച് കൂട്ടിയുണ്ടാവും. ഏതാ വഴിയിൽ നിന്നൊരു പിടിയില്ല, ചുമ്മാ പോയണേ. അപ്പം ഇവിടെയും ടാറൊക്കെ കണ്ടിട്ട് ഏതാണ്ട് നൂറ്റാണ്ടുകളായി എന്നുള്ള മട്ടിലാണ് കേട്ടോ. ടാറൊന്നും ഈ ഭാഗത്തേക്ക് അടുത്തിട്ടില്ല. അപ്പം നമ്മളിതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ നേരത്തെ മെയിൻ റോഡിലേക്ക് എത്തി. മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. കഞ്ഞിക്കട, മഹാദേവ ജ്യൂസ് കോർണർ. കഞ്ഞിക്കട ചായ ചെറുകടികൾ. ARK മോട്ടീവ്സ്, ഹൗസ് ഓഫ് ന്യൂ. നമ്മുടെ മെയിൻ റോഡ് നിന്നുള്ള ഒരു ശബ്ദകോലാഹലം പറഞ്ഞാണല്ലോ അല്ലേ. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. നമ്മൾ വന്ന വഴിയാണോന്നറിയില്ല, അതിനും കയറി നോക്കാം. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് വെച്ച് പുള്ളി അവിടെ നിൽക്കില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പാർട്ട്മെൻറ്റാണ്, JMC അപ്പാർട്ട്മെൻറ്റ്. ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ. JM ക്രസൻറ്റ്.
ഗുഡ്വിൽ മോട്ടോർ കോർപ്പറേഷൻ. ഗുഡ്വിൽ മോട്ടോർ കോർപ്പറേഷൻ അങ്ങോട്ടൊരു മണ്ണ് വഴിയാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ തൊട്ട് ചേർന്നിട്ടുള്ള ഒരു 90കളിലൊരു വീട് കാണിച്ചു തരാം. 90കളിലെ നേരെ കാണുന്നത് കേരളം അവിടം വരെ പോവാം. വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് വഴിയല്ലേ. അത് നേരെ കാണുന്നുണ്ട്, അതൊരു 90കളിലൊക്കെയുള്ള വീടാണ്. 90 കാലഘട്ടം. ഗുഡ്വിൽ മോട്ടോർ കോർപ്പറേഷൻ. എന്തോ മോട്ടോറുകളും കാര്യങ്ങളൊക്കെ വർക്ക് കടന്നുകൊണ്ടിരിക്കുക. ബീച്ച് വർക്ക്. ഇതൊക്കെ 90കളിലെ വീടാണ് കേട്ടോ. അപ്പോൾ അവരെ സ്ഥലമാണത്. ഞാൻ കൂടെ കയറിയിട്ട് കാര്യമില്ല. അപ്പം കെ വി സദാശിവം കോട്ടപ്പുറം ഹൗസ് അദ്ദേഹത്തിൻ്റെ വീടാണ് കേട്ടോ. 90കളിലെ അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ട് കേട്ടോ. ഇവരും കാണുമായിരിക്കും. അതിന് ശേഷം വന്ന വീടുകളും മറ്റുള്ളതാണ്. ഇവരൊക്കെ പോലെ തന്നെയാണ് കണ്ടാൽ തന്നെ നമുക്ക്. ഗുഡ്വിൽ. ഇപ്പം ഇങ്ങനെ കുറേ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് ഓൾറെഡി. ഇടവഴികൾ, കൂടുവഴികൾ ഒക്കെ ഒരു പെറ്റ് കെയറിൻ്റെ ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് വരാം. പെറ്റ് കെയർ ഇടപ്പള്ളിയിൽ പെറ്റിനെ കെയർ ചെയ്യേണ്ട ആൾക്കാർക്ക് കെയർ ചെയ്യാം. ആ കാണുന്ന അവിടെ കുറേ കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ കേട്ടോ. ആ വീട് തന്നെയാണ്. കുറേ കൂടുകളുണ്ട് അവിടെ. ചിലപ്പോൾ പെറ്റുണ്ടാവും. പെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാനും ഉണ്ടാവും. പെറ്റ് കെയറാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഡോഗ് വേണ്ട. പെറ്റ് കെയറാണ്. ഇത്രേ ഉള്ളൂ സ്ഥലം. അവിടെ കൂടുണ്ട്. നമ്മളിപ്പോൾ ഉടമസ്ഥരെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ അവരെ സംരക്ഷിക്കാനുള്ള സ്പേസാണ് അത്. കപ്പലിൽ കാര്യമില്ലെന്ന് തോന്നുന്നു. ഒച്ചയൊന്നും കേൾക്കണില്ല. ലൈറ്റ് അടിക്കാതിരിക്കാൻ ഷീറ്റിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അതിന് കാണാത്തായിരിക്കും. ഒറിജിൻ പെറ്റ് കെയർ. ഒറിജിൻ കെയർ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയുള്ളത് അതൊക്കെ ഇവിടുത്തെ ഒരു പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ അവിടെ ഓഫീസാക്കി കളഞ്ഞു. എന്താ എന്തൊരു ഓഫീസാക്കി. പഴയ കാലത്തെ ബിൽഡിങ്ങാണ്. ഇപ്പോൾ ഇവിടുത്തെ എന്താണ് ബെഞ്ച് മാർക്ക് അസസറീസ് റോഡാണ്. നമുക്കിരിക്കാം. ഇതൊക്കെ എടുക്കാൻ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും. കറങ്ങിയും തിരിഞ്ഞും തിരിഞ്ഞു നോക്കാം. ഇതൊക്കെ 90കളിലൊരു വീട്. 90 പുളിമൂട്ടിൽ ലൈൻ പോയാൽ ചിലപ്പോൾ അവിടം വരെ ഉണ്ടാവുള്ളായിരിക്കും. പോയി നോക്കാം. പുളിമൂട്ടിൽ ലൈൻ പഴയ കാലത്ത്, അതായത് 80 കാലഘട്ടത്തിലെ വീടുകളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പല സ്ഥലങ്ങൾക്ക് വരുന്നുണ്ട്. ഇതൊക്കെ 80 കാലഘട്ടത്തിലുള്ള വീടുകളാണ് പലതും ഈ ഭാഗത്ത്. ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടം വരെ ഉള്ളൂ. കംപ്ലീറ്റ് ഇവിടം വരെ ഉള്ളൂ സ്പേസ്. അങ്ങോട്ട് വഴിയില്ല. അതൊക്കെ 80 കാലഘട്ടത്തിലെ വീടാണ്. ഇത്ര വരെ ഉള്ളൂ. ഒരു 80-90 കാലഘട്ടത്തിലാണ്. 80 അല്ല കേട്ടോ, അതിലും പഴയതാവാൻ വേണമെങ്കിൽ 70